അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയെങ്കിലും കിഡ്നിയെ ബാധിക്കും എന്നുള്ള ആശങ്ക വന്നപ്പോഴാണ് അടിമാലി മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇപ്പോൾ സന്ധ്യയുടെ സഹോദരൻ സന്ദീപും ബിജുവിൻ്റെ ബന്ധു മഞ്ജുവും നമുക്കൊപ്പമുണ്ട്. സന്ധ്യയോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണോ കാൽ മുറിച്ചു മാറ്റിയത്? കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയ ശേഷം നമ്മൾ അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ചേട്ടൻ്റെ കാര്യം നിലവിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് താങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം പറഞ്ഞ ശേഷം മാത്രമാണ് സംഭവത്തോടു കൂടി തന്നെയാണ് കാല് മുറിച്ച് മാറ്റിയത്. ബിജുവിനെ കുറിച്ച് സന്ധ്യ അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മളോട് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാക്സിമം ചില നമ്മുടെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങൾ ചികിത്സയിൽ ഒരു തടസ്സമോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ്, മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. മഞ്ജുവിനോടും ബിജുവിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ? ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാവിലെ ചേച്ചീനെ കാണാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ഫസ്റ്റിലെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ചേട്ടൻ എന്ത് ചെയ്യുന്നേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാണ്. ഇത്രയും ദിവസം ഞങ്ങൾ അങ്ങനെ ആ ഒരു രീതി പറഞ്ഞാണ് കയറുന്നവരോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ചേട്ടൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഇത്രയും ദിവസം മറച്ചു വെച്ചു. ഇപ്പം ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞിട്ട് എന്നോട് ഞാൻ അത് ഫസ്റ്റ് കയറുമ്പോൾ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണോ ചോദിക്കുന്നത് എന്നറിയാൻ വേണ്ടി സെക്കൻഡ് കയറുന്ന ആളോട് അതേ ചോദ്യം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇറങ്ങുന്ന ആൾ വന്നിട്ടാണ് പറയണത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കുവാണ് എന്നാണ്. അതുപോലെ തന്നെ പറയണമെന്ന് പറയും. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് മാറിപ്പോയാൽ ചേച്ചി ഡൗൺ ആകും. ഇതിപ്പോൾ അധികൃതരുടെ ഒരു ശ്രദ്ധ പതിയേണ്ട വിഷയമല്ലേ? അതെ, 100% പതിയേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് ഒരിടത്തുനിന്നും വന്നിട്ടില്ല. ഈ സമയം വരെ ഞങ്ങളെ ആരും നോക്കിയിട്ടില്ല വന്ന്. ഏതെങ്കിലും രീതിയിൽ അധികൃതർ ബന്ധപ്പെട്ടിരുന്നോ? ഏതെങ്കിലും സഹായ വാഗ്ദാനം ലഭിച്ചിട്ടുണ്ടോ കുടുംബത്തിന്? ഇല്ല, നിലവിൽ ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഇല്ല, തീർച്ചയായും ഒരു കാര്യം ലഭിച്ചിട്ടില്ല. പിന്നെ സാർ വന്നിട്ട് അവരുടെ അതെ റോഷി അഗസ്റ്റിൻ സാർ വന്നിട്ട് ചികിത്സയുടെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആലു MLA അദ്ദേഹം വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ സംസാരിച്ചെന്നറിയില്ല. പിന്നെ നമുക്ക് ചികിത്സ മുമ്പോട്ട് പോകട്ടെ, ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അധികൃതരുടെ ഒരു കനിവുണ്ടാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനുള്ളത്. തീർച്ചയായും നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വലിയൊരു ബില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ഇൻഫോം ചെയ്യാറുണ്ട്. വേറെ ആശ്രയമൊന്നും ഇല്ലല്ലോ കുടുംബത്തിൽ? ഇല്ല, വേറെ ആശ്രയം എന്ന് പറയാൻ ആ കുടുംബത്തിൻ്റെ അത്താണി ബിജു ആയിരുന്നു. ഇപ്പോൾ ചേട്ടൻ നഷ്ടപ്പെട്ടു പോയി. ഇനി ഈ ചേച്ചിക്കാണെങ്കിൽ ഒന്നും മുന്നോട്ട് പോയി ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആസ്തി ഇനിയില്ല ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടിയുള്ള സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ മാത്രം ഇനി ചേച്ചീനെ ആശ്രയിച്ച് ചേച്ചിക്ക് മുന്നോട്ട് പോകാൻ സർക്കാർ മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ചേച്ചീനെ നല്ല രീതിയിൽ സർക്കാർ തന്നെ ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് നടന്ന് പോയി ഒരു ജോലി ചെയ്യാൻ ഇനി ചേച്ചിയെ കൊണ്ട് പറ്റത്തില്ല. ഒരു മകനില്ല, ഒരു ആഘോഷം ഉണ്ടായിരുന്നത് അത് ഇന്ന് 1 വർഷം തികയാണ് മരിച്ചിട്ട്. അപ്പോൾ അതിന് 4 ദിവസം മുമ്പാണ് ചേട്ടൻ മരിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ഇനി സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളല്ലാതെ വേറെ ഒരു വഴി കയറി കിടക്കാൻ ഒരു വീട് പോലും ഇനി അതുങ്ങൾക്കില്ല. അതുങ്ങൾ ആര് സംരക്ഷിക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ആരുമില്ല. ആരുമില്ലാത്ത ഒരവസ്ഥയിൽ സർക്കാരിൻ്റെ മുമ്പിൽ കൈ നീട്ടും അല്ലാതെ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി ഇതിനകത്ത് വേറെ ഒരു നിവൃത്തിയും ഞങ്ങളെ കൊണ്ടില്ല ഈ കേസിൽ. അവിടുന്ന് മാറി താമസിക്കാനോ അപകട ഭീഷണി ഉണ്ടെന്നോ എന്തെങ്കിലും ബിജുവിനെയും കുടുംബത്തെയും അറിയിച്ചിരുന്നു ആരെങ്കിലും? അവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എടുക്കാനുള്ള സാധനങ്ങൾ ഓടിപ്പോയി ജസ്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ നമുക്കൊരു പേപ്പർ എടുക്കണമെങ്കിൽ ജസ്റ്റ് വീട്ടിൽ ഓടിപ്പോയിട്ട് തിരിച്ചു പോരാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ ആ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് അനിയൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോരും. അല്ല, അവിടെ അപകട ഭീഷണിയുള്ളൊരു സ്ഥലമാണല്ലോ, അത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് എന്തെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടോ? ഈ പ്രളയം വന്ന സമയത്തോ പിന്നീടോ? ഇല്ല, പ്രളയം വന്നൊരു സമയത്ത് നമ്മൾ അവിടെ മണ്ണിടിഞ്ഞ് വീഴുകയോ അങ്ങനൊരു പ്രശ്നങ്ങളുള്ള ഏരിയ അല്ല. അതിന് കുറേ ദൂരത്ത് മാറിയിട്ട് നേരത്തെ പ്രളയം വന്നപ്പോൾ ഉരുൾപൊട്ടി പോയിട്ടുണ്ട്. ഇവരുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ പ്രളയ സമയത്ത് പോലും മണ്ണിടിഞ്ഞ് ചാടുകയോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് കണ്ടിട്ടില്ല. അവിടെ താഴെ താമസിക്കുന്ന കോളനിയിൽ താമസിക്കുന്ന ഉള്ള ആളുകൾ പോലും എൻ്റെ ഒരു ഓർമ്മയിൽ മാറി താമസിക്കാൻ പറയുകയോ വേറൊരു പ്രശ്നങ്ങളോ അവിടെ കണ്ടിട്ടില്ല. പിന്നെ ഇതിനെന്ന് വെച്ചാൽ ഈ റോഡ് പണിയുടെ ഈ ഒരു സമയത്ത് മാത്രം ശരിക്കും പറഞ്ഞാൽ ആ ഇടിഞ്ഞു വീണപ്പോൾ പോലും മഴയുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല ആ ഒരു സമയത്ത്. പക്ഷേ ഇവർ കൊണ്ടുവരുന്നത് വെച്ചാൽ ബ്രേക്കർ പോലുള്ള വലിയ മെഷീൻസ് കൊണ്ടുവന്നിട്ടാണ് പണിയുന്നത്. അത് ചീകി വയ്ക്കുമ്പോൾ ഈ മണ്ണിനെ ഇളക്കം തട്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, അത്രയും ഉയരത്തിൽ നിന്ന് മണ്ണ് ഊർന്ന് താഴേക്ക് വീഴുകയും അപകടം ഉണ്ടാകാനുള്ള കാരണമായിട്ടാണ് തോന്നുന്നത്. അവരുടെ ഒരു അശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രവൃത്തിയുടെ മൂലമാണ് നമുക്ക് ഈ ഒരു ദുഃഖത്തിന് ഇടയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഏതെങ്കിലും രീതിയിൽ അവിടെ ഒരു അപകട ഭീഷണി ഉള്ളതായി അറിഞ്ഞിട്ടുമില്ല, അവിടുന്ന് മാറേണ്ട സാഹചര്യം അതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ അപകടം ഉണ്ടാകും വരെ. അതുകൊണ്ടാണല്ലോ ധൈര്യത്തിൽ അവരോട് തുടർന്നത് അല്ലേ? തീർച്ചയായും
അത് അവരങ്ങനെ ഒരു എന്നുവെച്ചാൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം അവിടെ ആ ഒരു ഏരിയയിൽ നമ്മുടെ അറിവിൽ ഇല്ല. വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് സൺഡേ ഒഴികെ ബാക്കി എല്ലാ ദിവസവും യാത്ര ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് അടിമാലിക്ക് വരുന്ന ആളാണ്, വരികയും പോവുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് അത്രയ്ക്ക് ഉറപ്പായിട്ടത് ഈ കാര്യം പറയാൻ പറ്റുന്നത്. ആശ്രയമറ്റ ഈ കുടുംബം ഇനി സർക്കാരിൻ്റെ കനിവിന് കാത്തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.